ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആ ചാപ്റ്ററിൽ തന്നെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് y ഈക്വൽ ടു മോഡ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പരാബോളയും പിന്നെ ഒരു ലൈനുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ആ വരുന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. നമ്മുടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ ആദ്യം എന്താണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള. അപ്പോൾ എക്സ് സ്ക്വയർ ഉള്ളത് കൊണ്ട് തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇരിക്കുന്ന പരാബോളയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറഞ്ഞിട്ടുള്ള y ഈക്വൽ ടു മോഡ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ പോസിറ്റീവ് എക്സ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആകാം. അപ്പം നമുക്കവിടെ രണ്ട് രീതി പറയാം. ഒന്നെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്, ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അപ്പോൾ അവിടെ വരുന്ന ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. അതായത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ദേ ഇങ്ങോട്ടും, y ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ദേ ഇങ്ങോട്ടും ആയിരിക്കും. കണ്ടോ, ഇത് y ഈക്വൽ ടു എക്സ്, ഇത് y ഈക്വൽ ടു മൈനസ് എക്സ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് y ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന റീജിയൻ ഏതാണ്? ദേ ഈ രണ്ട് റീജിയനുമാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇതുകൊണ്ട് ഈ റീജിയനും ഉണ്ട്, ഈ റീജിയനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. കർവുകളുണ്ട്, y1 ഉം y2 ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. പിന്നുള്ളത് y ഈക്വൽ ടു എക്സ് എന്ന് തന്നെയാണ് അതിനെ എടുക്കുന്നത്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താ, ഈ 2നെ നമുക്ക് 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വൈയുടെ സ്ഥാനത്തേക്ക് നമുക്ക് എക്സ് ഇട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. ഈ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നാകും. ഓക്കെ, ഇതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, അപ്പം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് നമുക്കിവിടെ 0 കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ എക്സ് 0 ആകാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 0 ആകാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഒന്നെങ്കിൽ എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിമിറ്റായി 0 to 1. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഇത് നമ്മുടെ ഫിഗറിലോട്ട് നോക്കിക്കേ, ഇതാണ് നമ്മുടെ y എന്ന് പറയുന്ന കർവ്. ഓക്കെ, അപ്പം നോക്കിയേ, സെയിം പോർഷനിലുള്ള രണ്ടെണ്ണം ഒന്ന് ഇത് ഇവിടെയും ഉണ്ട്, ഒന്ന് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റീജിയൻ്റെയും ഏരിയ വേണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഈ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് പോർഷൻ്റെയും ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, 2 into area of the shaded region. 2 into area of the shaded region. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതാം. which is equal to 2 into integral 0 to 1 y1 minus y2 dx. അല്ലേ, ഇതിൽ y1 നമുക്ക് ആരായിട്ട് എടുക്കാം, y1 നമുക്ക് x ആയിട്ടും y2 x സ്ക്വയർ ആയിട്ടും എടുക്കാം. ദേ ഈ ഇക്വേഷൻ തന്നെ, ഇത് നമുക്ക് y1 ആയിട്ടും ഇതിനെ നമുക്ക് y2 ആയിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ which is equal to 2 into integral 0 to 1 x minus x square dx. ഓക്കെ, which is equal to 2 into, ഇനി നമുക്ക് ഇതിന് ഇൻറ്റഗ്രൽ എടുക്കാം. എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു 3 ബൈ 3. ഇൻറ്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് എന്താ, നമ്മുടെ ലിമിറ്റ് അതേപടി തന്നെ നമ്മൾ എഴുതിയേക്കണം, 0 to 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അല്ലേ, അപ്പോൾ നമ്മുടെ അപ്പർ ലിമിറ്റ് 1 ഉം ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, 0 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1 ആയതുകൊണ്ട് 1 സ്ക്വയർ ബൈ 2 മൈനസ് 1 സ്ക്വയർ ബൈ 3. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് മൈനസ് 0 എന്ന് ഇട്ടാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, 1 തന്നെ. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ കിട്ടും, 1/2 മൈനസ് 1/3. ഓക്കെ അല്ലേ, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു എന്ത് വരും, 1 into 3 3 മൈനസ് 1 into 2 2 ബൈ 3 into 2 6. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, 2 ഇൻറ്റു 3 മൈനസ് 2 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/6 എന്ന് വരും. ഈ 2ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താ,
1/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മളുടെ ആ രണ്ട് പോർഷൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ചോദ്യമാണിത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y = x² + 2, y = x, x = 0 ആൻഡ് x = 3. അപ്പോൾ നമുക്കിവിടെ 4 സാധനങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന് ഒരു കർവും ബാക്കി 3 ലൈൻസുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ x ആക്സിസും y ആക്സിസും ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം y = x² + 2. അപ്പോൾ x² വരുമ്പോഴത്തേക്കും അത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള പരാബോളയാണെന്ന് നമുക്കറിയാം. അപ്പോൾ x² + 2 എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഒറിജിനിൽ നിന്ന് 2 യൂണിറ്റ്സ് മുകളിലേക്ക് മാറിയിട്ടായിരിക്കും നമ്മളുടെ പരാബോള വരിക. അപ്പോൾ ഇതാണ് 2 എങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ പരാബോള വരുന്നത്. അപ്പോൾ ഇത് y = x² + 2. ഓക്കെ, അടുത്തത് y = x. നമുക്കറിയാം അല്ലേ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ y = x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് y = x. ഇനി അടുത്തത് എന്താ, x = 0. അതെന്താ, നമ്മൾ y ആക്സിസ് തന്നെയാണ് x = 0 എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ x = 3. അപ്പം നമ്മളുടെ 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇതിലൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്, x = 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ലൈൻസും കൂടെ ചേരുമ്പം അവിടെ ഫോം ചെയ്യുന്ന റീജിയൻ ഏതാ, അതെ ഈ റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, 4 ലൈൻസും കൂടെ ഫോം ചെയ്തപ്പം അവിടെ ഫോം ചെയ്ത റീജിയൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് നമുക്കറിയാം, ഇത് 0 ആണ്. മാക്സിമം ലിമിറ്റ് എന്താ, x ആക്സിസിൽ വന്നിട്ടുള്ളത് 3 അല്ലേ. അപ്പോൾ 0 to 3 ആണ് നമ്മളുടെ ലിമിറ്റ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് എഴുതാം. ഇപ്പോൾ കർവുകളുടെ ഇടയിലായതുകൊണ്ട് രണ്ടെണ്ണം, ഇതിനെ y1 എന്നും ഇതിനെ y2 എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് എടുത്തെഴുതാം. y1 = x² + 2 ആൻഡ് y2 = x. ഓക്കെ, അപ്പോൾ നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ, ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. റിക്വയർഡ് ഏരിയ = area of the shaded region. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, which is equal to integral 0 to 3 y1 minus y2 dx. ഓക്കെ, which is equal to integral 0 to 3 y1 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ x² + 2 മൈനസ് y2 എന്ന് പറയുന്നത് എന്താ, x. അപ്പോൾ x² + 2 മൈനസ് x dx. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ, സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിൽ സാരമില്ല, ഡയറക്റ്റ് ഇൻറ്റാഗ്രൽ എടുക്കാം. നമുക്ക് ഡയറക്റ്റ് ഇൻറ്റാഗ്രൽ എടുത്തേക്കാം. അപ്പോൾ x² ഇൻറ്റാഗ്രൽ എന്ത് വരും, x³/3 പ്ലസ് 2 ഇൻറ്റാഗ്രൽ 2x മൈനസ് എക്സിൻ്റെ ഇൻറ്റാഗ്രൽ x²/2. അപ്പോൾ ഇൻറ്റാഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ, ലിമിറ്റിന് എഴുതണം അല്ലേ. അപ്പോൾ 0 to 3. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പർ ലിമിറ്റ് 3 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ 3 ഇട്ട് കൊടുത്തിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്, 3³/3 പ്ലസ് 2 × 3 മൈനസ് 3²/2 അല്ലേ. കറക്റ്റ് അല്ലേ നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് 0 ആയി പോകും. which is equal to 3³ എന്ന് പറഞ്ഞാൽ എന്താ, 3 3s are 9, 9 3s are 27 അല്ലേ. അപ്പോൾ 27/9 പ്ലസ് 2 × 3 is 6 മൈനസ് 3² 9, 9/2 which is equal to 27/9 എത്രയാ, 3 പ്ലസ് 6 മൈനസ് 9/2. 6 + 3 എന്ന് പറയുന്നത് എത്ര വരും, അയ്യോ തിരിഞ്ഞു പോയി, 27/3 അല്ലേ ഇവിടെ, മാറിപ്പോയി. 27/3 ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 27/3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ 9 വരും. ഓക്കെ അല്ലേ, തിരിഞ്ഞു പോയതാണ്, സോറി. ഓക്കെ, ഇപ്പോൾ 9 + 6 എന്ന് പറയുന്നത് എത്ര വരും, 15 വരും അല്ലേ. അപ്പോൾ which is equal to 15 മൈനസ് 9/2. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. which is equal to 15 × 2 എത്രയാ, 30 മൈനസ് 9/2 which is equal to 30 മൈനസ് 9 is 21/2 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ അല്ലേ, ഇതായിരിക്കും നമ്മളുടെ ആ രണ്ട് പോർഷൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള, ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്